തേങ്ങയൊക്കെ അരച്ച് മോരുകറി വയ്ക്കാൻ മടിയുള്ളവർക്കും അതേപോലെ തന്നെ ഒരുപാട് മെനക്കെടാൻ വയ്യാത്തവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ഇത്. നമ്മുടെ ഉണ്ട വഴുതനങ്ങ ഇതേപോലെ നീളത്തിലരിഞ്ഞ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും തേച്ച് ശാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ വഴുതനങ്ങയ്ക്ക് പകരം വെണ്ടയ്ക്ക എടുത്താലും നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമുള്ളത് കട്ട തൈരാണ്. കട്ട തൈരിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഈ ഫ്രൈ ചെയ്തെടുത്ത വഴുതനങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മൾ കടുക് താളിച്ചും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത്രയും പ്രോസസ്സുള്ളൂ ഇതിന്. പിന്നെ കടുക് താളിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇത്തിരി മുളക് പൊടിയും മഞ്ഞപ്പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. കാരണം ഒരു കളർ കിട്ടാനും ഒരു ചെറിയ എരിവ് കിട്ടാനും. പിന്നെ കുറച്ചുകൂടി എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ വഴുതനങ്ങ ഫ്രൈ ചെയ്ത കൂട്ടത്തിൽ നമുക്ക് പച്ചമുളകും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇടയ്ക്ക് ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്ക് അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ മിക്കവാറും ഇത് സ്കിപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു കറി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ മോരുകറിയുടെ ടേസ്റ്റിൻ്റെ അത്രയും വരുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ നല്ല അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് ഉണ്ടാക്കാനാണെങ്കിൽ വളരെ എളുപ്പമാണ്, ഒരു പണിയില്ല. പിന്നെ വഴുതനങ്ങ കുറച്ചുകൂടെ ഹെൽത്തി ഓപ്ഷനായിട്ട് വേണമെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി കേട്ടോ. അങ്ങനെ ട്രൈ നോക്കിയിട്ടില്ല, പക്ഷേ ഹെൽത്തി ഓപ്ഷൻ വേണ്ടവർക്കൊന്ന് ട്രൈ നോക്കൂ കേട്ടോ.